അദ്ദേഹത്തിന് ഈ കേരള രാഷ്ട്രീയം മൊത്തം കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് പെട്ടെന്നൊരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ വന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന് പഴയ പോലത്തെ ഒരു ആരോഗ്യം ചുറുചുറുക്കും അല്പം നഷ്ടപ്പെട്ടൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളുണ്ട്, പക്ഷെ അതൊന്നും അദ്ദേഹം മനഃപൂർവ്വം വരുന്നതല്ല. അപ്പോൾ KPC പ്രസിഡന്റ് ആവാൻ അല്പം കൂടി ഒരു പക്വതപ്പെടേണ്ടതുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്നും പെട്ടെന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ള ചില ഗ്യാപ്പുണ്ട്. അതാണ് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഇങ്ങനെ വരാൻ കാരണം. VD സതീശൻ നിയമസഭയിലും ഏറ്റവും കൂടുതൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ബഡ്ജറ്റ് വരുന്നു. ബഡ്ജറ്റ് ഏറ്റവും നന്നായി പഠിച്ച് പറയാൻ മിടുക്കൻ VD സതീശനാണ്, അന്നും ഇന്നും അതെ. പിന്നെ പക്ഷേ സംസ്ഥാന തലത്തിൽ അദ്ദേഹം ഈ MLA ആയിട്ടാണല്ലോ വരുന്നത്. MLA-മാരാകുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് അദ്ദേഹം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലത്തിലാണ്. ഒരു കേരളം മുഴുവൻ ഓടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവ് അദ്ദേഹത്തിനുണ്ട്. നമസ്കാരം. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് K. മുരളീധരൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. KPCC അധ്യക്ഷൻ K. സുധാകരന് പക്വതയില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശന് പരിചയക്കുറവുണ്ട്. K. മുരളീധരൻ കൃത്യമായ ചില ലക്ഷ്യമിടുന്നുണ്ട്. കടുത്ത പരാമർശങ്ങളാണ് നടത്തുന്നത്. ഇതുമാത്രമല്ല, മുതിർന്ന നേതാക്കളെ ഉപയോഗപ്പെടുത്താൻ നേതൃത്വത്തിന് കഴിയുന്നില്ല, സമുദായ നേതൃത്വങ്ങളുമായി ബന്ധം സൂക്ഷിക്കുന്നില്ല എന്നതടക്കമുള്ള കടുത്ത നീക്കങ്ങളും K. മുരളീധരൻ നടത്തുന്നു. എന്താണ് മുരളീധരൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം? അന്തിച്ചർച്ച വിശദമായി പരിശോധിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എനിക്കൊപ്പമുള്ളത് ഡാൻ കുര്യനും VV വിനോദുമാണ്. ഡാൻ, ഒപ്പം വിനോദ്, നമ്മൾ ഈ മുരളീധരൻ പലപ്പോഴും കോൺഗ്രസിനകത്ത് പ്രസ്താവനകളും കടുത്ത നീക്കങ്ങളുമായി കളം നിറയാറുള്ള വ്യക്തിയാണ്. പക്ഷേ മുരളീധരൻ ഇപ്പോൾ പറയുന്നതിൻ്റെ പൊതു സാഹചര്യമാണ് അതിന് പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. കാരണം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ നിൽക്കുമ്പോഴും നേതൃത്വത്തെ വിമർശിക്കാൻ മുരളീധരൻ മടികാട്ടിയിട്ടില്ല എന്നു മാത്രമല്ല, പാർട്ടിയുടെയും നിയമസഭാ കക്ഷിയുടെയും നേതൃതലത്തിലിരിക്കുന്നവർക്ക് പരിചയക്കുറവുണ്ടെന്നും പക്വതക്കുറവുണ്ടെന്നും പറയുമ്പോൾ മുരളീധരൻ ലക്ഷ്യമിടുന്ന നീക്കം എന്താണ്? ഡാൻ, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? സൈത്ത്, ഏറ്റവും പ്രസക്തമായ കാര്യം, VM സുധീരൻ ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും സംസ്ഥാന നേതൃത്വത്തിനെതിരെയും അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച് ദിവസങ്ങൾക്കകമാണ് ഇപ്പോൾ സമാനമായ തരത്തിലുള്ള ഒരു വിമർശനം അത്ര രൂക്ഷമായ രീതിയിലല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ അവതരിപ്പിച്ചുകൊണ്ട് K. മുരളീധരൻ രംഗത്തെത്തുന്നത്. ഇവിടെ കൃത്യമായ ചില ഈ നേതാക്കൾ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലർ തമ്മിലുണ്ടാകുന്നത് മാറുന്നു, മറ്റ് ചിലർ തമ്മിൽ നേരത്തെ സൗഹൃദമുണ്ടായിരുന്നവർ തമ്മിൽ രൂക്ഷമായ തർക്കങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ഇത് കോൺഗ്രസിൽ നേരത്തെയും പതിവുള്ളതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരത്തിലൊരു വിമർശനം K. മുരളീധരനെ പോലെ ഒരു മുതിർന്ന നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് കൃത്യമായ ചില ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്തരമൊരു ആക്ഷേപം ഉന്നയിക്കുന്നത്. അവിടെ കൃത്യമായി പാൻ കേരള ഒരു ഇമേജുള്ള, പാൻ കേരള ഇൻഫ്ലുവൻസ് ഉള്ള നേതാക്കളല്ല KPCCയുടെ തലപ്പത്തും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഉള്ളതും എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയാണ്. എനിക്ക് വിനോദിന്റെ കൂടി അഭിപ്രായം അറിയേണ്ടതുണ്ട്. വിനോദ്, ഒരു ചോദ്യത്തിനിടെ, ഒരു അഭിമുഖത്തിനിടെ ഉണ്ടാവുന്ന ചോദ്യത്തോട് സ്വാഭാവികമായി നടത്തിയ ഒരു പ്രതികരണമായി ഇതിനെ കാണാൻ കഴിയുമോ? അതല്ല, ചില ലക്ഷ്യങ്ങൾ, ഒരുപക്ഷെ പരോക്ഷമായ വിമർശനം എന്ന് വേണേൽ പറയാം, പക്ഷേ അതിലൂടെയും കൃത്യമായൊരു രാഷ്ട്രീയം മുരളീധരൻ മുന്നോട്ട് വെച്ചു എന്നാണോ വിനോദ് ഇതിനെ കാണുന്നത്? സൈത്ത്, സുധാകരൻ്റെ പക്വതയെക്കുറിച്ച് പറയുമ്പോൾ K. മുരളീധരൻ അദ്ദേഹം ഏത് പ്രായത്തിലാണ് KPC പ്രസിഡൻ്റായത്, അദ്ദേഹം ഏത് അക്കൗണ്ടിലാണ് KPC പ്രസിഡൻ്റായത് എന്ന ഒരു മറുചോദ്യത്തിനുള്ള സാധ്യത എന്തായിരുന്നാലും നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം പിന്നീട് പാർട്ടിയോട് ഇടയുമ്പോൾ അലുമിനിയം പട്ടേലെന്നും മദാമയെന്നും ഒക്കെയും നടത്തിയ പരാമർശങ്ങൾ, പിന്നീട് അദ്ദേഹം ഈ കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്തുപോയി വർഷങ്ങൾ കഴിഞ്ഞ് 6 വർഷത്തിന് ശേഷം അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നു. അതിനുശേഷവും മുരളീധരൻ നടത്തുന്നത് പക്വമായ പ്രസ്താവനകളാണോ? ഇവിടെ K. സുധാകരൻ എല്ലാ കാലത്തും വിമർശന വിധേയനാകുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഈ RSS അനുകൂല സമീപനം എന്ന തരത്തിൽ വരുന്ന പ്രസ്താവനകൾ, ഏറ്റവും ഒടുവിൽ പോലും അദ്ദേഹം നടത്തിയ പ്രസ്താവന, അതെല്ലാം തന്നെ വലിയ വിമർശന വിധേയമാകുന്ന കാര്യമാണ്. പക്ഷേ ഈ വിമർശിക്കുന്ന മുരളീധരൻ, ഇവരെല്ലാം എത്രയോ കാലം പിറകിലേക്ക് പോയി കോൺഗ്രസിൻ്റെ തമ്മിലടി പണ്ടുണ്ടായിരുന്ന അതേ സ്വഭാവത്തിൽ ഈ പ്രസ്താവന യുദ്ധങ്ങൾ നടത്തി, പണ്ട് പത്രമാധ്യമങ്ങളിലൂടെയും ടെലിവിഷൻ ചാനലുകളുടെ ആദ്യ കാലഘട്ടത്തിലുമൊക്കെയും ഈ കോൺഗ്രസ്സിന് അതുവഴി ഉണ്ടാകുന്ന ഈ തമ്മിലടി വഴി കോൺഗ്രസ്സിന് അധികാരം കിട്ടിക്കൊള്ളും, ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും, A. K. ആന്റണിയുടെ വാക്ക് കടമെടുത്താൽ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും അങ്ങ് ജയിച്ചുകൊള്ളും എന്ന ഒരു ചിന്ത
അവർ ഈ കാലഘട്ടത്തിലും വെച്ച് പുലർത്തുന്നത് എത്ര കണ്ട് അഭിലഷണീയമാണ് എന്നത് പ്രധാനമായും ചോദിക്കേണ്ടത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും തമ്മിലാണ്. ഇവരുടെ ഈ തമ്മിലടി, സുധീരൻ വീണ്ടും ആവർത്തിച്ച് പറയുന്ന 5 ഗ്രൂപ്പ് ഉണ്ടെന്നാണ്. സുധീരൻ KPCC പ്രസിഡന്റ് ആയപ്പോൾ സുധീരന്റെ കൂടെയും ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. സുധീരനും ഒരു ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചിരുന്നു, മുല്ലപ്പള്ളിയും സൃഷ്ടിച്ചിരുന്നു, സുധാകരൻ സൃഷ്ടിക്കുന്നു, സതീശൻ സൃഷ്ടിക്കുന്നു. ഈ മുരളീധരനും ചെന്നിത്തലയും അടുക്കുന്നു എന്ന ഒരു പ്രതീതി ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടായി വരുന്നു. വിനോദ് പറയുന്നത് മുരളീധരൻ പറയുന്നത് വെറുതെ പറയുന്നതല്ല, കൃത്യമായ ചില ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുരളി ഇങ്ങനെ പ്രയോഗം നടത്തുന്നത്, അല്ലേ? അങ്ങനെയാണോ? തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ കൃത്യമായ ഒരു മൂവ്മെന്റ് ഉണ്ട്. ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞ് അസംബ്ലി, അത് വലിയൊരു ലക്ഷ്യമാണ്. ഇവിടെ ഇപ്പോഴേ കുപ്പായം തച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്. സത്യത്തിൽ നമുക്കറിയാം, നമ്മുടെ ഈ മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ ചുരുങ്ങിയ കാലങ്ങളിലാണെങ്കിലും നമ്മൾ കണ്ടതാണ് ഇങ്ങനെയുള്ള ആളുകളും ഈ തിരഞ്ഞെടുപ്പ്. വിനോദ് നിൽക്കൂ. ഡാൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്. KPCC അധ്യക്ഷൻ മാറി നിൽക്കണം, ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് ചില ആലോചനകൾ കോൺഗ്രസിൽ നടക്കുന്നതായിട്ട്. പക്ഷേ പിന്നീട് അങ്ങനെ ഒരു പകരക്കാരനെ നിശ്ചയിക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് KPCC എത്തിയെന്നും പറയുന്നു. മുരളീധരൻ ഇങ്ങനെ KPCC അധ്യക്ഷന് പരിചയക്കുറവുണ്ട്, കണ്ണൂരെ രാഷ്ട്രീയ നേതാവിന് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വളരാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ മുരളിക്കും ചില ആഗ്രഹങ്ങളുണ്ടോ? സൈത്ത, എനിക്ക് തോന്നുന്നത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇത്തരമൊരു പ്രതികരണങ്ങൾ ചില നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടല്ല, അതിനും അപ്പുറത്തേക്ക് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അതിന് മുന്നിലുണ്ട്. കാരണം ആന്റി ഇൻക്യുംബൻസി, ഭരണവിരുദ്ധ വികാരം കൃത്യമായി കേരളത്തിൽ അലയടിക്കുന്നു എന്ന ഒരു വികാരം, അല്ലെങ്കിൽ അത്തരമൊരു തോന്നൽ കൃത്യമായി പ്രതിപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും സംസ്ഥാനത്ത് നിന്ന് പാർട്ടിയെ നയിക്കുക, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പാർലമെന്ററി രംഗത്ത് ആരായിരിക്കും നയിക്കുക, ഇതൊക്കെ വലിയ തരത്തിൽ ചർച്ചയാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം മുൻപത്തേതിന് സമാനമായി വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇപ്പോഴത്തെ നേതൃത്വത്തിന്റെ വലിയ വിജയമായി അത് കണക്കാക്കപ്പെടും. അതൊക്കെ കൃത്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് തന്നെ കൂടുതൽ സാധ്യതകൾ വർദ്ധിപ്പിക്കും. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ രംഗത്തെത്തുന്നത് ഇതിന്റെ ഒരു ക്രെഡിറ്റ്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഒരു വലിയ വിജയം UDF ഉണ്ടായാൽ അത് കേവലം ചില വ്യക്തികളുടെ മാത്രം നേട്ടം ആണ് എന്ന് വരുന്ന ഒരു പശ്ചാത്തലം ഇല്ലാതാക്കിക്കൊണ്ട് അതിന് കൂട്ടായ ഒരു നേതൃത്വം, ആ കൂട്ടായ നേതൃത്വത്തിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വരും ദിവസങ്ങൾ തേടേണ്ടി വരും. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം VM സുധീരൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനകളോട് അതിരൂക്ഷമായ വിമർശനവുമായി മറുവിഭാഗത്തിൽ നിന്ന് ഇതിനോടകം ആരും രംഗത്തെത്തിയിട്ടില്ല. വളരെ കരുതലോടെയാണ് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഒക്കെ പ്രതികരിക്കുന്നത്. അപ്പോഴും KPCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില പ്രതികരണങ്ങളാണ് VM സുധീരനെ വീണ്ടും പരസ്യമായി അദ്ദേഹത്തിനെതിരെ പറയിപ്പിക്കുന്ന തരത്തിലേക്ക് നയിച്ചത് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. വിനോദ്, ഈ മുരളീധരനുമായി സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇപ്പോഴും കൃത്യമായ സ്പാർക്കുള്ള വാക്കുകളും ദീർഘവീക്ഷണത്തോടെയുള്ള രാഷ്ട്രീയവും ഒക്കെ മുരളീധരൻ്റെ ഭാവനയിലുണ്ട്, സംസാരത്തിലുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സംസാരിക്കുമ്പോൾ അത് മുന്നണിയെയും പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കിയേക്കാം, അല്ലെങ്കിൽ അതൊരു മോശപ്പെട്ട രീതിയിൽ നേതാക്കൾക്കിടയിൽ ഒരു ചർച്ച നടന്നേക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് മുരളീധരൻ പറഞ്ഞ ചില കാര്യങ്ങൾ അത് പ്രസക്തമാണെന്ന് എനിക്ക് തോന്നി. കാരണം ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് എപ്പോഴും UDFന് ഒരു മേൽക്കൈ കിട്ടുന്ന ഇടമാണ്. ഇത്തവണയും അതുണ്ടാവും, തർക്കമൊന്നുമില്ല, മറ്റ് അനുകൂല സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അതല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുമുണ്ട്. അവിടെ ഈ കളി കൊണ്ട് ഒന്നും നടക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നേതൃത്വം, നിങ്ങൾ സാമുദായിക ഇക്വേഷൻസ് പാലിക്കേണ്ടതുണ്ട്, അവരുമായി ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് മുരളീധരൻ ഓർമ്മപ്പെടുത്തുന്നത് അപ്പുറേ പിണറായിയാണ്, അതുകൊണ്ട് നിങ്ങൾ ആ ജാഗ്രത കാട്ടണം എന്ന് പറയുകയാണ്. അപ്പോൾ അതിൽ വെറും ഗ്രൂപ്പിസവും ഇതിനും അപ്പുറത്തേക്ക് ഒരു നേതാവിൻ്റെ ഒരു ദീർഘവീക്ഷണം എന്നുകൂടി നമുക്ക് ചിന്തിക്കേണ്ടി വരില്ലേ? സൈത്ത്, ഇവരാരും പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരല്ല. പണ്ട് പറയുന്നത് പോലെ ബക്കറ്റിലെ ഞണ്ടുകൾ എന്ന മാതിരി ഒരാൾ കയറുമ്പോൾ പിന്നാലെ മറ്റൊരാൾ വലിച്ചിടുന്നു. ഈ ഒരു ഗ്രൂപ്പ് പ്രവർത്തനം, ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ അതിപ്രസരമാണ്. ഇവർ കാലഘട്ടം മനസ്സിലാക്കണം. ഏത് സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്, നമ്മുടെ ജനങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നത്, പുതുതലമുറയുടെ ചിന്തയും അവർക്ക് കിട്ടുന്ന ഇൻപുട്സുകളും, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടുന്ന വിവരങ്ങൾ, അവർ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രസ്താവന യുദ്ധങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ പത്ര ഓഫീസിലോ TV ചാനലിനെ വിളിച്ചൊരു ബൈറ്റ് കൊടുത്തതുകൊണ്ടോ ഒന്നും പരിഹരിക്കപ്പെടുന്ന പ്രശ്നമല്ല. താഴെത്തട്ടിൽ, ബൂത്ത് തലത്തിൽ എത്ര ഇടങ്ങളിൽ കോൺഗ്രസ് സജീവമാണ്. നമ്മുടെ നാടുകൾ മാത്രം എടുത്താൽ മതി സൈത്ത്. അവർ ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾ തർക്കിക്കുമായിരിക്കും, എല്ലായിടത്തും
എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ഓരോരുത്തരുടെയും നാട്ടിലെ കോൺഗ്രസിന്റെ ബൂത്ത് തല പ്രവർത്തനം എന്താണെന്ന് വിലയിരുത്തിയാൽ മതി. എത്ര നേതാക്കളാണ്, എത്ര യുവാക്കളാണ് സജീവമായി ഉള്ളത് എന്നത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. മറ്റൊരു കാര്യം, ഡാൻ തന്നെ കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു. ആ ഇന്റർവ്യൂവിൽ കൃത്യമായി അടൂർ പ്രകാശ് പറയുന്നത് 2016 എങ്ങനെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന് തുടർഭരണം നഷ്ടമായതെന്ന് ജനങ്ങൾക്കറിയാമെന്നാണ്. അതായത് VM സുധീരനെ കുറിച്ചാണ് കൃത്യമായി അടൂർ പ്രകാശ് പറയുന്നത്. VM സുധീരനെ കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ്. അതായത് ഇവിടെ സിറ്റിംഗ് MPമാരായിട്ടുള്ളവർ വീണ്ടും മത്സരിക്കാൻ നിൽക്കുന്നവർ സുധീരനെ തള്ളിപ്പറയുന്നു, സുധീരൻ നേതൃത്വത്തെ തള്ളിപ്പറയുന്നു. ഇത് ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് ജനങ്ങളെ ഇവർ വിശ്വാസത്തിലെടുക്കുന്നത്, പാർട്ടി പ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കുന്നത്? പണ്ട് പ്രബലമായ 2 ഗ്രൂപ്പുകൾ എയും ഐയും ഉണ്ടായിരുന്നു. പക്ഷെ തിരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോൾ ഈ പരമാവധി വൈരം മറന്ന് സ്ഥാനാർത്ഥി നിർണയമൊക്കെ കഴിഞ്ഞാൽ ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ സീനെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഓരോരുത്തരും ആൾക്കൂട്ടം സൃഷ്ടിക്കുകയാണ്. മുഖ്യമന്ത്രിയാകാനുള്ള തിക്കും തിരക്കുമാണ് സത്യത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത്. പക്ഷേ 2016 അതിനുശേഷമുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ്, ഈ 2 കാര്യങ്ങളും കോൺഗ്രസ് മനസ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കും. 2019 പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നമുക്കറിയാം. അവർ അന്ന് ഈ 20 സീറ്റിൽ 1 സീറ്റ് മാത്രമാണ് LDFന് കിട്ടുന്നത്, ആലപ്പുഴ. പക്ഷേ അവിടെ ക്ലീൻ സ്വീപ്പ് എന്ന നിലയ്ക്ക് തന്നെ പോയിട്ടും ആ ഒരു ടെമ്പോ നിലനിർത്താൻ ഇപ്പോഴത്തെ രാജ്യത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം. പ്രസക്തമാണ് വിനോദ്. ഒപ്പം വിനോദ് സൂചിപ്പിച്ച പോലെയുള്ള ആഭ്യന്തര പ്രശ്നവും സംഘടനാ പ്രതിസന്ധിയും കോൺഗ്രസിലുണ്ടോ? ഡാൻ കൂടി പറയണം. മടങ്ങി വരാം ഇടവേളയ്ക്ക് ശേഷം. ഈ പരിപാടി നിങ്ങൾ കവർ ചെയ്യാൻ നോക്കുന്നത്. ഇപ്പോൾ തന്നെ എൻ്റെ നിയോജകമണ്ഡലം എന്ന് പറഞ്ഞാൽ ദീർഘകാലം ഇടതുപക്ഷം കൈവശം വെച്ചിട്ടുള്ള ഒരു നിയോജകമണ്ഡലമാണ്. അവിടെ രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും സിമ്പതി വേവിൽ പോലും ജയിക്കാത്തൊരു നിയോജകമണ്ഡലമാണ്. പക്ഷേ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ജയിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള LDFൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും, അതൊക്കെ നോക്കിക്കൊണ്ട് അത് കവറപ്പ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് മറ്റ് സ്ഥലങ്ങളിലെയും അവസ്ഥ. പക്ഷേ പല സർവേകളിലും വന്നിട്ടുള്ള റിസൾട്ട് മഹാഭൂരിപക്ഷം MPമാരും അവരുടെ നിയോജകമണ്ഡലത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2019 വരെയുള്ള MPമാരുടെ അവസ്ഥയല്ല 2019-24 ഒന്ന്, ഈ കോവിഡ് കാരണം ഞങ്ങളുടെ ഫണ്ട് പോലും, ഇപ്പോൾ MPമാർക്ക് ആകെയുള്ളത് നിയോജകമണ്ഡലത്തിൽ കൊടുക്കാനുള്ള ഫണ്ടാണല്ലോ, അതും തുച്ഛമായിട്ടുള്ള സംഖ്യ. അതായത് ഒരു MLAക്ക് കേരളത്തിൽ 6 കോടിയുള്ളപ്പോഴാണ് 7 അസംബ്ലികൾ MPക്ക് 5 കോടി. അത് തന്നെ കുറവാണ്. അതിപ്പോൾ 25 കോടി കിട്ടേണ്ട സ്ഥാനത്ത് 18 കോടിയേ കിട്ടിയിട്ടുള്ളൂ. അവിടെയൊക്കെ വരുന്ന മൈനസ് ആയിട്ടുള്ള കാര്യം. പിന്നെ കേന്ദ്രത്തിൻ്റെ അവഗണന, അതിനെയും ഞങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങളുടെ സമ്മർദ്ദം കൂടെ ചെലുത്തിക്കൊണ്ട് കുറേയൊക്കെ ആനുകൂല്യങ്ങൾ വാങ്ങി തരാൻ സാധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ തവണ ഇടതു കോട്ടകൾ എന്ന് വിളിക്കുന്ന കുറേയധികം മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിത വിജയം നേടിയിരുന്നു. കാസർഗോഡുണ്ട്, ആലത്തൂരുണ്ട്, ഇങ്ങനെ ചില ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടങ്ങളിൽ അത്ര സുരക്ഷിതമല്ലെന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. അതിന് മാത്രം ജാഗ്രത അവിടെ കാട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഈ നിയോജകമണ്ഡലങ്ങളിലൊക്കെ മുൻകാലങ്ങളിൽ ഇടതു കോട്ടകളായതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനപ്രതിനിധികൾ മനഃപൂർവ്വം ചെയ്തത് ഞാൻ പറയുന്നില്ല, എന്തു വന്നാലും ജയിക്കില്ല, പിന്നെ അത്ര കഷ്ടപ്പെടണ്ടെന്നൊരു വിചാരം ആ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ അവിടെ ജയിച്ചു വന്ന ജനപ്രതിനിധികൾ, അവരുടെ സാന്നിധ്യം അവിടെ തന്നെയുണ്ട്. എന്നോട് ചില ഇടതുപക്ഷ സുഹൃത്തുക്കൾ, ഞാൻ പേര് പറയുന്നത് ശരിയല്ല, ഒരു ഉന്നതരായിട്ടുള്ള ചില നേതാക്കന്മാർ, ഉദാഹരണത്തിന് കാസർഗോഡ്, അവർ പറയുന്നത് മുൻകാലങ്ങളിലൊന്നും MPമാരുടെ സേവനം അവിടെ കണ്ടിട്ടില്ല, പക്ഷേ ഞങ്ങൾക്ക് തലവേദനയായിട്ട് നിങ്ങളുടെ MP എപ്പോഴും അവിടെ സജീവ സാന്നിധ്യം ഉണ്ടെന്നാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ പാലക്കാട്. MP ഒരു കോൺട്രവേഴ്ഷ്യലല്ല, ശ്രീകണ്ഠൻ അദ്ദേഹത്തിനാൽ കഴിയുന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. രമ്യ ഹരിദാസും അവരാൽ കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് MPമാരോടൊരു നെഗറ്റീവ് അപ്രോച്ച് ഇല്ല. അതിപ്പോൾ പല ചാനലുകളുടെ സർവേയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ആരും MPമാർ മോശക്കാരാന്ന് പറയുന്നില്ല. പിന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ആ സാഹചര്യങ്ങൾ അനുകൂലമാവുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷെ ഇങ്ങനെ ഐക്യത്തിൻ്റെ UDFൻ്റെ കെട്ടുറപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ KPCC യോഗത്തിൽ സംഭവിച്ചത് മറ്റു ചില കാഴ്ചകളാണ്. കാരണം ഐക്യം പറയുന്ന വേദിയിൽ തന്നെയാണ് ഗ്രൂപ്പിസത്തിൻ്റെ അതിപ്രസരമുണ്ടെന്ന വിമർശനം ഉയർന്നത്. അതായത് ഈ മണ്ഡലം പ്രസിഡന്റുമാരെയൊക്കെ വയ്ക്കുന്നതിൽ വന്നിട്ടുള്ള കാലതാമസമൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്.
ഞങ്ങൾ പറയുന്നല്ലോ ദൗർബല്യങ്ങൾ പാർട്ടിക്കുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു എലക്ഷൻ വരുമ്പോൾ അത് കവർ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എൻ്റെ നിയോജകമണ്ഡലത്തിൽ എല്ലാ മണ്ഡലങ്ങളും രൂപീകരിച്ചു കഴിഞ്ഞു, ഭാരവാഹികൾ വരെ രൂപീകരിച്ചു. ഇപ്പോൾ ബൂത്തിലേക്കുള്ള രൂപീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ട് ചേർക്കുന്ന പ്രക്രിയ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനധികൃതമായി കടന്നുകൂടിയ വോട്ടുകൾ തള്ളിക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വർക്ക് നടക്കുന്നുണ്ട്. അതിനിപ്പോൾ കമ്മിറ്റികൾ രൂപീകരിക്കാൻ വൈകിയെങ്കിലും പ്രവർത്തകരൊക്കെ പലയിടത്തും സ്വയം മുന്നോട്ട് വരുന്നുണ്ട്. ഞങ്ങളൊരു അവലോകനം നടത്തിയിരുന്നു കഴിഞ്ഞ പാർട്ടിയുടെ, അതായത് ഈ ഇലക്ഷന് നേതൃത്വം കൊടുക്കുന്ന KPCC ചുമതലപ്പെടുത്തിയ ഭാരവാഹികളുടെ റിപ്പോർട്ട് ഞങ്ങൾ എടുത്തിരുന്നു. ആ റിപ്പോർട്ട് ഞങ്ങൾ ഒറ്റയടിക്ക് ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും ആ റിപ്പോർട്ടിലും അങ്ങനെ ഒരു ഭയാനകമായിട്ടുള്ള തോൽവിയുടെ ഭയാനകമായിട്ടുള്ളൊരു അന്തരീക്ഷമൊന്നുമില്ല. അല്ല, അതിന് ഇപ്പോൾ ആ റിപ്പോർട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പോരായ്മകൾ ഞങ്ങൾ എല്ലാത്തിനെയും മടങ്ങി വരുമ്പോൾ ഈ വിനോദൊക്കെ സൂചിപ്പിച്ച പോലെ അങ്ങനെ ഒരു സംഘടനാ പ്രതിസന്ധി യഥാർത്ഥത്തിൽ കോൺഗ്രസിനുണ്ടോ? ഈ പുതിയ നേതൃത്വം വന്നു, പുതിയ അനുകൂല രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഈ ഘട്ടത്തിൽ അങ്ങനെ ഒട്ടുതരത്തിലും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സംഘടനാ സാഹചര്യം കോൺഗ്രസിന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങ് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിലവിൽ നേതൃത്വത്തിൽ ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെതിരെ അല്ലെങ്കിൽ KPCC അധ്യക്ഷനെതിരെ നേരത്തെ പാർട്ടിയെ നയിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പാർട്ടിയിൽ പ്രബല സ്ഥാനത്തുണ്ടായിരുന്ന ആ ആളുകളുടെ ഭാഗത്തു നിന്ന്, നേതാക്കളുടെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള വിമർശനം പാർട്ടിക്കകത്തും പുറത്തും ഉണ്ടായിട്ടുണ്ട്. അതായത് അവർ കൃത്യമായി ഏകപക്ഷീയമായാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, തങ്ങളോട് കൂടിയാലോചനകൾ നടത്തുന്നില്ല എന്ന തരത്തിലുള്ള ആക്ഷേപമായിരുന്നു പ്രധാനമായും. അതോടൊപ്പം തന്നെ ഗ്രൂപ്പുകൾക്ക് കൃത്യമായ പരിഗണന നൽകുന്നില്ല, അർഹമായ പ്രാധാന്യം നൽകുന്നില്ല. ഈ ആശങ്കകളൊക്കെ പാർട്ടി ദേശീയ നേതൃത്വത്തെ അടക്കം ഗ്രൂപ്പ് നേതാക്കൾ നേരിട്ട് AI ഗ്രൂപ്പുകൾ സംയുക്തമായി മസ്കറ്റ് ഹോട്ടലിൽ യോഗം ചേർന്ന് അസാധാരണമായ തരത്തിൽ ഇത്തരം നീക്കത്തിനെതിരെ ഒന്നിച്ച് നിൽക്കുന്ന സാഹചര്യങ്ങൾ വരെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ മുൻപെങ്ങും ഇല്ലാത്ത വിധം ഈ ഗ്രൂപ്പുകൾ അപ്രസക്തമാകുന്നോ കോൺഗ്രസിനുള്ളിൽ എന്ന ചോദ്യം ഒരു വശത്ത് ഉയരുമ്പോഴും AI ഗ്രൂപ്പുകൾ കൈകൊടുക്കുന്ന ഒരു സാഹചര്യം മറുവശത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കൃത്യമായി വിശ്വാസത്തിൽ എടുക്കാൻ കഴിയാതെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അത് കോൺഗ്രസിന് ഏത് തരത്തിലായിരിക്കും ഫലം ചെയ്യുക എന്ന കാര്യം കൃത്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതൊരു സംഘടനാ പ്രതിസന്ധിയായി നിലനിൽക്കുന്നു എന്നതാണ്. വിനോദ്, ഈ നമുക്കറിയാം കോൺഗ്രസ് രാഷ്ട്രീയം നമ്മൾ കാണുന്നതാണ്. കോൺഗ്രസിന് അവർക്കൊരു ഒരു ആൾക്കൂട്ടമാണ് കോൺഗ്രസ്, അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ സമുദായ സംഘടനകളുമായുള്ള അടുത്ത ബന്ധം, അവരുടെ അനുകൂല നിലപാട്, ഇതൊക്കെ ഏറെ പണിയെടുക്കാതെ വോട്ട് കിട്ടുന്ന ഒരു രീതിയാണ് കോൺഗ്രസിന് പൊതുവിലുണ്ടായത്. പക്ഷേ ആ ഒരു ബാലൻസിങ് നടത്താനും നേതൃത്വം പരാജയപ്പെട്ടു എന്നതാണ് മുരളീധരൻ പറയുന്നത്. അത് ഒരു പരിധിവരെ അതിന് പ്രസക്തി വർദ്ധിപ്പിക്കുന്നത് BJPയുടെ കേരളത്തിലെ നീക്കം പരിശോധിക്കുമ്പോഴാണ്. കാരണം BJPക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ട് ഇക്കാര്യത്തിൽ. മധ്യകേരളം അടക്കമുള്ള പ്രധാനപ്പെട്ട ക്രൈസ്തവ ഇടങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ വോട്ട് കേന്ദ്രങ്ങൾ, കോൺഗ്രസിൻ്റെ ബെൽറ്റായിരുന്നു അത്. പക്ഷേ അവിടെയൊക്കെ നഷ്ടപ്പെടുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദിയുടെ സന്ദർശനമടക്കം BJP ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ നീക്കം ക്രിസ്ത്യാനിറ്റിയെ, ക്രൈസ്തവരെ അടുപ്പിക്കുക എന്നതാണ്. അവിടെ നഷ്ടം പേറേണ്ടി വരുന്നത് കോൺഗ്രസ് ആണ് എന്ന ഒരു ആശങ്കയും മുരളിക്കുണ്ട്. സൈത്ത്, നമുക്ക് ചില പ്രസ്താവനകൾ തന്നെ നോക്കാം. ഇവരെല്ലാം പ്രസ്താവനയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ശശി തരൂർ തന്നെ പറയുന്നത് എന്താ? വീണ്ടും പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് നരേന്ദ്രമോദിയാണ്, അതിൽ സംശയമില്ലെന്ന് ഇവിടെ നിന്ന് AICC അധ്യക്ഷനായിട്ട് മത്സരിച്ച ശശി തരൂർ പറയുകയാണ്. ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ എടുക്കാം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കരുതെന്ന് CPI പറയുകയാണ്. ഇവരെല്ലാം ചേർന്നിട്ടുള്ളൊരു കോർഡിനേഷനാണ്. നമുക്കറിയാം, ആദ്യത്തെ ഇന്ത്യ മുന്നണിയുടെ യോഗം വിളിച്ചിട്ട് അത് നടത്താൻ പോലും ആകാതെ പോയത്. ഇപ്പോൾ ഈ മുന്നണിയുടെ കൺവീനറെ ആരെ ആക്കണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ, ഈ തരത്തിൽ ഒരു ധാരണയോ അല്ലെങ്കിൽ അത് അഖിലേന്ത്യാ തലത്തിലാവട്ടെ, ഈ സംസ്ഥാനത്തെ ഈ നേതാക്കളുടെ തമ്മിലടിയാവട്ടെ, ഇനി എത്ര മാസമാണ് തിരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത്? സാധാരണ നിലയിൽ ഈ സമയത്തൊക്കെയും വോട്ടർ പട്ടിക പരിശോധിക്കുന്ന ഒരു സമയമാണ്. കള്ള വോട്ടുകൾ എത്ര ഉണ്ട്, ഇരട്ട വോട്ടുകളോ, അല്ലെങ്കിൽ അങ്ങനെ ഈ സ്ഥലത്തില്ലാത്ത ആളുകളുടെ പേര്, മരിച്ചുപോയ ആളുകളുടെ പേര്, വിദേശത്ത് പോയ ആളുകളുടെ പേരുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ വോട്ടർ പട്ടികയിലുണ്ടോ, ഇവർ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ, അതിനുള്ള ഒരു സ്ക്രീനിങ്ങും സംവിധാനവും പ്രവർത്തകരെ അതിന് സജ്ജമാക്കേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ കാണുന്നത് എന്താ? ഇവർ പക്വതയുടെ പ്രശ്നം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. പക്വതയുടെ പ്രശ്നം പറഞ്ഞാൽ AK ആന്റണി എത്രാമത്തെ വയസ്സിലാണ് മുഖ്യമന്ത്രിയാവുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുരളീധരൻ ഏത് അക്കൗണ്ടിലാണ് KPCC അധ്യക്ഷനായി വരുന്നത്? പക്വത ഉണ്ടായിട്ട് വന്ന ആളാണോ?
അതൊന്നുമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ പ്രവർത്തിക്കാൻ യുവ നേതാക്കളുണ്ട്. നമുക്ക് എണ്ണം പറഞ്ഞ നേതാക്കൾ കോൺഗ്രസിൽ ഒരുപാട് നേതാക്കളുണ്ട്. രണ്ടാം നിര നേതാക്കൾ ഒരുപാട് പേരുണ്ട്. പക്വതയും പാകതയുമല്ല, ഒത്തൊരുമയോടെ കോൺഗ്രസ് പ്രവർത്തിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. മറുവശത്ത് നമ്മൾ നോക്കിയാൽ സൈത്ത് പറഞ്ഞതുപോലെ തന്നെ BJP വലിയ ശക്തിയായി വരുമ്പോൾ ഓരോ തിരഞ്ഞെടുപ്പിലും അവരുടെ വോട്ട് വിഹിതം വർദ്ധിച്ചു വരുന്നു. സ്വാഭാവികമായും ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. പരമ്പരാഗതമായി CPM-ന് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ആ പാർട്ടി വോട്ടുകളും അല്ലെങ്കിൽ ജാതീയ അടിസ്ഥാനത്തിലുമൊക്കെ വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ആ വോട്ടുകളെല്ലാം CPM-ന്റെ പോക്കറ്റിലുണ്ട്. കോൺഗ്രസിന്റെ വോട്ട് ഷെയർ വലിയ തോതിൽ, പ്രത്യേകിച്ച് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മൾ കഴിഞ്ഞ 2019 നിൽക്കട്ടെ, പക്ഷെ തുടർ ഭരണം പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന്റെ വോട്ടുകളിൽ വലിയ ശതമാനം BJP കൊണ്ടുപോയാൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരിക്കും, ഭാവിയിൽ ചിത്രം എന്തായിരിക്കും? ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയുണ്ട്. അവർക്ക് മോട്ടിലാൽ വോറ അതുപോലുള്ള ആളുകളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അധ്യക്ഷന്മാരെ കൊണ്ടുപോകുന്ന സാഹചര്യമാണ് നേരത്തെയും ഇപ്പോഴും. അതെ. വിനോദ്, നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിനോദിനോട് ഒരു കാര്യം, ഒരു സാങ്കല്പിക ചോദ്യമാവാം. നിലവിൽ ഈ സുധാകരൻ മാറി നിൽക്കുക എന്ന ഒരു ചർച്ച കോൺഗ്രസിൽ ശക്തമായി ഉണ്ടായി. പകരം ഒരാൾക്ക് ചുമതലയോ അല്ലെങ്കിൽ സ്ഥിരം ഒരു KPCC അധ്യക്ഷനെയോ മറ്റൊരാളെയോ നിയോഗിക്കപ്പെട്ടാൽ കെ മുരളീധരൻ ആ സ്ഥാനത്തേക്ക് വന്നാൽ ഈ ചിത്രത്തിലൊരു മാറ്റം വിനോദ് അങ്ങനെ കരുതുന്നുണ്ടോ? ഒരുപക്ഷെ സൈത്ത് നമുക്ക് കെ മുരളീധരന്റെ പേര് മാത്രം, ഒരുപക്ഷെ അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല നേരത്തെ KPCC അധ്യക്ഷനായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു റോളുമില്ല. അദ്ദേഹം ദീർഘകാലം KPCC പ്രസിഡന്റ് ആയിരിക്കുകയും കരുണാകരൻ പാർട്ടി വിട്ടു പോകുമ്പോൾ ഉണ്ടായ പ്രതിസന്ധി പരിഹരിക്കുകയും പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകളിൽ UDF ജയിക്കുകയും ചെയ്തൊരു ചരിത്രമുണ്ട്. 8 വർഷം തുടർച്ചയായിട്ട് തീർച്ചയായിട്ടും ആ ഒരു പ്രിവിലേജ് ഉള്ള ചെന്നിത്തല കൃത്യമായ AICC നേതൃത്വം പോലും അദ്ദേഹത്തിന് കൃത്യമായ പരിഗണന കൊടുത്തില്ല എന്ന പരാതിയുമായി നിൽക്കുമ്പോൾ അദ്ദേഹം ആ ഒരു സ്ഥാനത്തേക്ക് എന്തുകൊണ്ട് ചെന്നിത്തലയും കൂടി ഒന്ന് പരീക്ഷിച്ച കൂടാ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും വിനോദ് ചോദിക്കുന്നു. ഡാനോ, ഒരു കാര്യം കൂടി, ഞാൻ കെ മുരളീധരൻ്റെ പേര് തന്നെയാണ് ചോദിക്കുന്നത്. ഒരു സാങ്കല്പിക ചോദ്യമായിരിക്കാം. മുരളീധരൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ ഈ പക്വതയും പരിചയവും ഒക്കെ ഉണ്ടാകുമോ? ഒരു കാര്യം ഉറപ്പാണ്, NSS അടക്കം അദ്ദേഹത്തിൻ്റെ ആ ഒരു നേതൃത്വത്തെ സ്വാഗതം ചെയ്യാൻ തന്നെയാണ് സാധ്യത. എന്തായാലും അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ച ആ സാമുദായിക സമവാക്യങ്ങൾ അത് കൃത്യമായി കൂട്ടിയോജിപ്പിക്കുന്നതിൽ കെ മുരളീധരന് നിർണായകമായ ഒരു പങ്ക് വഹിക്കാൻ കഴിയും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അപ്പോഴും അദ്ദേഹം ആർക്കെതിരെയാണോ ശബ്ദം ഉയർത്തിയത് അവർ കെ മുരളീധരന് നേർക്ക് വീണ്ടും വിരൽ ചൂണ്ടുന്ന സാഹചര്യം അത്തരമൊരു പശ്ചാത്തലത്തിലും നിലനിൽക്കുകയാണ്. ശരി, എന്തായാലും അതാണ് കോൺഗ്രസിലെ സാഹചര്യം. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പും ഐക്യത്തിന് വേണ്ടി മുറവിളി ഉയരുമ്പോഴും ഇത്തരം ശബ്ദങ്ങൾ, എതിർ ശബ്ദങ്ങൾ ഉയരുന്നു, നേതൃത്വം വിമർശിക്കപ്പെടുന്നു എന്നതാണ് കോൺഗ്രസിന്റെ സാഹചര്യം. ശ്രദ്ധേയമാണ് ഈ രാഷ്ട്രീയത്തിന്റെ പോക്ക്. അന്തിച്ചർച്ച പൂർണ്ണമാവുന്നു. നമസ്കാരം. KSFE ഡയമണ്ട് ഒരു സംരംഭം ഞങ്ങൾ തുടങ്ങി.